താങ്ക് യു ഇറാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അഹങ്കരിച്ച, സാമ്പത്തിക ശക്തി എന്ന് അഹങ്കരിച്ച, ലോക പോലീസ് ചമഞ്ഞ അമേരിക്കയും ഇസ്രായേലിനെയും നിങ്ങളുടെ രാജ്യത്തിന്റെ കരുത്തുകൊണ്ട്, നിങ്ങളുടെ രാജ്യത്തിലെ നേതാക്കന്മാരെ ആത്മവിശ്വാസം കൊണ്ട്, നിങ്ങളുടെ രാജ്യത്തിന്റെ പൗരന്മാരുടെ ധീരത കൊണ്ട് ലോകത്തിന് മുന്നിൽ മുട്ടുകുത്തിച്ച് പരാജയപ്പെടുത്തിയതിന് ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് ലോകശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ കീഴിൽ അടിയറവ് പറഞ്ഞ് അവർ പറയുന്നതും കേട്ട് ജീവിക്കേണ്ടി വരുന്ന രാജ്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ധീരത, നിങ്ങളുടെ ചങ്കുറപ്പ്, നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണ്. ഒപ്പം തന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന GCC കൺട്രികൾ അവർ പടച്ചവനുമേൽ പണത്തെ ആഗ്രഹിച്ചതും അള്ളാഹുവിന്റെ അടിമയേക്കാൾ നല്ലത് അമേരിക്കയുടെ അടിമത്തമാണെന്ന് ആഗ്രഹിച്ച് അതിനെ പിറകെ പോയപ്പോൾ അവിടെ ഇറാന്റെ പ്രതിസന്ധി സമയത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച 3 രാജ്യങ്ങൾ, ഒന്ന് റഷ്യ, ഒന്ന് ചൈന, ഒന്ന് ഉത്തര കൊറിയ, 3 പേർക്കും ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്. നമുക്കറിയാം എന്തൊക്കെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആദ്യത്തെ ലക്ഷ്യങ്ങൾ. 1, ഇറാന്റെ ഭരണമാറ്റം. 2, ഇറാനെ പൂർണ്ണമായി തകർക്കുക, ഇറാൻ ഒരു ഭീഷണി അല്ലാതാക്കുക. 4, ഇറാന്റെ ആണവ റിയാക്ടറുകളും അവരുടെ മിസൈൽ സെന്ററുകളും ഒക്കെ നശിപ്പിക്കുക. ഇതൊക്കെയായിരുന്നല്ലോ അമേരിക്കയും ഇസ്രായേലിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? സത്യത്തിൽ അവർക്കൊരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ ലോകശക്തികൾ നാണം കെട്ട് തല കുറിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇറാന്റെ കരുത്തും ആത്മവിശ്വാസം കൊണ്ടും മാത്രമാണ്. ഇന്നലെ രാത്രി 8 മണി വരെ ഇറാന് അന്ത്യശാസനം കൊടുത്തായിരുന്നു ട്രംപ്. അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ കൊടുത്തു. അപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി 8 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ അടിയറവ് പറഞ്ഞില്ലെങ്കിൽ, ഞങ്ങൾ തരുന്ന എഗ്രിമെന്റ് നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ പിറ്റേ ദിവസം ഉണ്ടാകില്ല എന്നാ പറഞ്ഞത്. ഇന്ന് നോക്കൂ, ഇറാൻ ഒരു കുഴപ്പമില്ല. ഇറാനിലെ ജനങ്ങൾ തെരുവിലാണ്, ആ വിജയാഘാതത്തിലാണ്. അവിടെ ഒന്നും സംഭവിച്ചില്ല, പതിവ് പോലെ പൊട്ടിക്കൊണ്ടിരുന്നു. നമുക്കറിയാം എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന്, നമുക്കറിയാം നമ്മളൊക്കെ ഈ ലോകം മുഴുവൻ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് ഇസ്രായേലിന്റെ നെതന്യാഹുവിന് അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനും അവിടെ ഭരണത്തിൽ തുടരാനും വേണ്ടി ഒപ്പം തന്നെ മുസ്ലിം വിദ്വേഷവും വൈരാഗ്യവും അതിനോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ചെറിയ രീതിയിലുള്ള ഭ്രാന്തും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുറെ ആരോപണങ്ങൾ, അതായത് ഇറാൻ തങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് പറഞ്ഞ് അവിടെ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പണ്ട് ഇറാഖിനെ നശിപ്പിച്ചതുപോലെ ഇറാനെയും അടിക്കാൻ വിചാരിച്ച് അവിടെ അണുവായുധം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു 4-5 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അതായത് അമേരിക്കയും ഇസ്രായേലും ആദ്യം പറഞ്ഞതെന്ന് അറിയാമോ? യുദ്ധം തുടങ്ങി, ഇറാനിൽ യുദ്ധം തുടങ്ങി 48 മണിക്കൂറിനകം അവിടെ റിലീജിയൻ ചേഞ്ച് ഉണ്ടാകും, ഭരണമാറ്റം ഉണ്ടാകും. അവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഒപ്പം തന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന GCC കൺട്രികൾ അവർ പടച്ചവനുമേൽ പണത്തെ ആഗ്രഹിച്ചതും അള്ളാഹുവിന്റെ അടിമയേക്കാൾ നല്ലത് അമേരിക്കയുടെ അടിമത്തമാണെന്ന് ആഗ്രഹിച്ച് അതിനെ പിറകെ പോയപ്പോൾ അവിടെ ഇറാന്റെ പ്രതിസന്ധി സമയത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച 3 രാജ്യങ്ങൾ, ഒന്ന് റഷ്യ, ഒന്ന് ചൈന, ഒന്ന് ഉത്തര കൊറിയ, 3 പേർക്കും ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്. നമുക്കറിയാം എന്തൊക്കെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആദ്യത്തെ ലക്ഷ്യങ്ങൾ. 1, ഇറാന്റെ ഭരണമാറ്റം. 2, ഇറാനെ പൂർണ്ണമായി തകർക്കുക, ഇറാൻ ഒരു ഭീഷണി അല്ലാതാക്കുക. 4, ഇറാന്റെ ആണവ റിയാക്ടറുകളും അവരുടെ മിസൈൽ സെന്ററുകളും ഒക്കെ നശിപ്പിക്കുക. ഇതൊക്കെയായിരുന്നല്ലോ അമേരിക്കയും ഇസ്രായേലിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? സത്യത്തിൽ അവർക്കൊരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ ലോകശക്തികൾ നാണം കെട്ട് തല കുറിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇറാന്റെ കരുത്തും ആത്മവിശ്വാസം കൊണ്ടും മാത്രമാണ്. ഇന്നലെ രാത്രി 8 മണി വരെ ഇറാന് അന്ത്യശാസനം കൊടുത്തായിരുന്നു ട്രംപ്. അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ കൊടുത്തു. അപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി 8 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ അടിയറവ് പറഞ്ഞില്ലെങ്കിൽ, ഞങ്ങൾ തരുന്ന എഗ്രിമെന്റ് നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ പിറ്റേ ദിവസം ഉണ്ടാകില്ല എന്നാ പറഞ്ഞത്. ഇന്ന് നോക്കൂ, ഇറാൻ ഒരു കുഴപ്പമില്ല.
ഇറാനിലെ ജനങ്ങൾ തെരുവിലാണ്, ആ വിജയാഘാതത്തിലാണ്. അവിടെ ഒന്നും സംഭവിച്ചില്ല, പതിവ് പോലെ പൊട്ടിക്കൊണ്ടിരുന്നു. നമുക്കറിയാം എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന്, നമുക്കറിയാം നമ്മളൊക്കെ ഈ ലോകം മുഴുവൻ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിച്ചു പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് ഇസ്രായേലിന്റെ നെതന്യാഹുവിന് അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനും അവിടെ ഭരണത്തിൽ തുടരാനും വേണ്ടി ഒപ്പം തന്നെ മുസ്ലിം വിദ്വേഷവും വൈരാഗ്യവും അതിനോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ചെറിയ രീതിയിലുള്ള പ്രാന്തും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുറെ ആരോപണങ്ങൾ, അതായത് ഇറാൻ തങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് പറഞ്ഞ് അവിടെ അണ്വായുധങ്ങൾ ഉണ്ടാക്കുമെന്ന് പണ്ട് ഇറാഖിനെ നശിപ്പിച്ചതുപോലെ ഇറാനെയും അടിക്കാൻ വിചാരിച്ച് അവിടെ അണ്വായുധം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു 4-5 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അതായത് അമേരിക്കയും ഇസ്രായേലും ആദ്യം പറഞ്ഞതെന്ന് അറിയാമോ, യുദ്ധം തുടങ്ങി, ഇറാനിൽ യുദ്ധം തുടങ്ങി 48 മണിക്കൂറിനകം അവിടെ റിലീജിയൻ ചേഞ്ച് ഉണ്ടാകും, ഭരണമാറ്റം ഉണ്ടാകും, അവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും വധിക്കപ്പെടും, അവിടെ ഇറാൻ ഫുള്ളായി നശിപ്പിക്കും, ഊർജ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ അവിടെ സിവിലിയൻസിന്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫാക്ടറികൾ ഒക്കെ നശിപ്പിച്ച് കയ്യിൽ തരാം എന്ന് പറഞ്ഞാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. 48 മണിക്കൂർ, 48 മണിക്കൂറല്ല, 48 ദിവസമായിട്ട് പോലും ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ ഒരു രോമത്ത് തൊടാൻ പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത്. എന്നിട്ട് യുദ്ധം തുടങ്ങി ഇത്രയും നാളായപ്പോ പല പല പ്രതിസന്ധികൾ അമേരിക്ക യാചിക്കുകയാണ് മറ്റു രാജ്യങ്ങളോട്, സഖ്യകക്ഷികളോട്, ഫ്രാൻസിനോട്, ബ്രിട്ടനോട്, ജപ്പാനോടൊക്കെ യാചിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ. മറ്റു രാജ്യങ്ങൾ എത്ര രാജ്യങ്ങളോട് കെഞ്ചി, അവര് പറഞ്ഞു പോയി പണി നോക്കടാ, നിന്റെ ഭ്രാന്തിനെ കൂട്ടിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു മറ്റു രാജ്യങ്ങൾ. ആ പറഞ്ഞ അമേരിക്ക സഖ്യ രാജ്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ, അതുകൂടെ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് പോയി പണി നോക്കണം, ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്, യുദ്ധത്തിൽ പങ്കുചേരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പങ്കുചേരാത്ത രാജ്യങ്ങളെ ഹോർമൂസ് കടലിടുക്ക് വഴി അവരുടെ കപ്പലുകളെ പോലും ഇറാൻ നന്ദി സൂചകമായി കയറ്റിവിട്ടു. ഹോർമൂസിൽ എന്തായിരുന്നു പ്രശ്നം അല്ലെ? ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യ, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും സൗജന്യമായി എണ്ണ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, സന്തോഷത്തോടു കൂടി ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അമേരിക്കയെ ആക്രമിച്ച് ഇറാനെ കൊണ്ട് അതങ്ങ് ക്ലോസ് ചെയ്യിപ്പിച്ചു. അവിടെ യുദ്ധതന്ത്രങ്ങളാണല്ലോ, ക്ലോസ് ചെയ്യിപ്പിച്ച അമേരിക്ക പെട്ട്, അറബി രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന കൺട്രികൾ പെട്ട്, അവർക്ക് പണമില്ലാതായി. ഒപ്പം തന്നെ അമേരിക്കയോട് ചേർന്നുകൊണ്ട് ഇറാനെ അടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ഇന്നലെ തന്നെ അവിടെ ഐക്യരാഷ്ട്രസഭയിൽ ബഹ്റൈൻ എന്ന് പറയുന്ന രാഷ്ട്രം ബലപ്രയോഗത്തിലൂടെ ഇറാന്റെ ഹോർമസ് തുറമുഖം തുറക്കണമെന്ന് പറഞ്ഞ് പ്രമേയം അവതരിപ്പിച്ചു. അവിടെ ചൈനയും റഷ്യയും ചേർന്ന് വീറ്റോ ചെയ്ത് കൊണ്ടുപോടാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇറാന്റെ വിജയം എങ്ങനെ നമുക്ക് പരിഗണിക്കാൻ കഴിയും? ഇറാൻ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അമേരിക്ക എടുത്ത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി 8 മണി വരെ ആയിരുന്നല്ലോ ലോകാവസാനം ട്രംപ് പറഞ്ഞിരുന്നത്. 8 മണിയായി, 10 മണി ഒരു പുല്ലും നടന്നില്ല. 7:30 ആയപ്പോ ട്രംപിന്റെ സോഷ്യലിൽ മെസ്സേജ് വരുന്നു, എന്താ, യുദ്ധം താൽക്കാലികമായി 14 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്, ഇറാനുമായി ചർച്ച നടക്കുന്നു, അവര് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണെന്ന്. അതായത് ഇന്നലെ രാത്രി 8 മണി വരെ ഇറാനെ പരിപൂർണമായി ഇറാന്റെ ലോകം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് 8 മണിയാകുമ്പോൾ പറയുന്നു സീസ് ഫയർ, ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഇറാന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയാണെന്ന്. ഇറാന്റെ നിർദ്ദേശം എന്താ? 10 കടുത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതൊക്കെയും അമേരിക്ക അംഗീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടത് മാത്രമാണ് ഈ യുദ്ധം ഇറാൻ നിർത്തിവെച്ചത്. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് തന്നെ ട്രംപ് ആവശ്യപ്പെടുന്നു, നമുക്ക് വെടിനിർത്താം. ഇറാൻ പറഞ്ഞു പറ്റില്ല, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വെടിനിർത്തൽ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ഇന്നലെ രാത്രി ഇതാ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ അത് ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ചർച്ചയ്ക്കെടുത്തു. അതോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ഇറാന്റെ വിജയം എങ്ങനെയാണെന്നുള്ളത്? ഇറാൻ പറഞ്ഞ പോയിന്റിലേക്ക് അമേരിക്ക എന്ന രാഷ്ട്രത്തലവനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ആ ഒരു പോയിന്റിലേക്ക്. ഇവിടെയാണ് ഇറാന്റെ വിജയം എന്ന് പറയുന്നത്. ആ വിജയം ഇറാനികൾ ഇതാ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ രാജ്യത്ത്. സന്തോഷം എന്തിനാണെന്നറിയാമോ? ഇത് പല രാജ്യങ്ങൾക്കും മാതൃകയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇനി എന്തിനാണ് അമേരിക്ക പേടിക്കുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശ്രീ നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി ഉണ്ട്, അണ്വായുധങ്ങൾ വരെ ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ അമേരിക്ക ട്രംപിനെ പേടിക്കുന്നത്? ഇതൊന്നുമില്ലാത്ത
ആത്മവിശ്വാസവും കുറെ മിസൈൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ. അവർക്ക് ഒരു കുറെ വെപ്പൻസ് ഒക്കെ വേറെ ഉണ്ട്, ലോകം അറിയാത്ത സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്, എല്ലാം പൂഴ്ത്തി വെച്ചേക്കുക. യുദ്ധത്തിന്റെ ഒന്നാമത്തെ മുഖം മാത്രമേ അവർ പുറത്തെടുത്തുള്ളൂ. നീയും കുറെ കിടക്കുകയാണ്. അതാണ് അവരുടെ കോൺഫിഡൻസ് പറയുന്നത്. നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അവർക്കറിയാൻ തിരിച്ച് പണി കൊടുക്കാൻ. എങ്കിൽ പോലും ആയുധത്തിന് മുന്നിൽ നമ്മളാണ് മുന്നിൽ. നമുക്ക് ഉപരോധങ്ങളില്ല, സാമ്പത്തികത്തിന് നമ്മളാണ് മുന്നിൽ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാതൃകയാക്കണം. എന്തിനെ? ഇറാനെ. അമേരിക്കയോ ആജ്ഞാപിക്കാൻ നമുക്കിപ്പോ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും വേറെ ഇറാനിൽ നിന്നും പെട്രോൾ മേടിക്കുന്ന അമേരിക്കയുടെ അനുവാദം വേണം. സർ, ഞങ്ങൾ മേടിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേടാണ്. അമേരിക്ക നോ പറഞ്ഞാൽ ഓക്കെ സർ, അമേരിക്ക എസ് പറഞ്ഞാൽ യെസ് സർ, സന്തോഷം എന്ന് പറയും. അതല്ല വേണ്ടത്. ഇറാനെ പോലെ ചങ്കുറപ്പോട് നിൽക്കുക. മനസ്സിലായില്ലേ? എടാ, നീ പെട്രോൾ മേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നീ പോയി പണി നോക്കടാ. ഞങ്ങൾ പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇഷ്ടമുള്ള സമയം മേടിക്കും എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാവണം. അതാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദിയോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇറാൻ ഒരു മാതൃക തന്നെയാണ്. ലോകത്തിന് മുന്നിൽ അമേരിക്ക എന്ന രാഷ്ട്രങ്ങളെ പറയുന്നില്ല, പക്ഷേ അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രസിഡന്റും എത്ര കുഞ്ഞുങ്ങളെ, എത്ര ജനങ്ങളെ കൊന്നൊടുക്കിയിരിക്കുന്ന മനുഷ്യരാണ് അവർ. മനുഷ്യരെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അവരെ ലോകത്തിന് മുന്നിൽ മുട്ടുകുത്തിച്ച ഇറാൻ ഭരണത്തിന്, ഇറാൻ ജനതയ്ക്ക് ചങ്കിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്.